ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ രമ്യാസ് വേൾഡ്. എല്ലാവരും എന്തെടുക്കുകയാണ്? സുഖമായിട്ടിരിക്കുകയല്ലേ? ഞാനും സുഖമായിട്ടിരിക്കുകയാണ്. നമ്മുടെ വീഡിയോ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ആയിട്ട് ഇടുക. ഇന്ന് നമുക്കൊരു മാരേജ് ഉണ്ട്, നമ്മുടെ കസിൻ്റെ മാരേജ് ആണെന്ന്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എല്ലാവരും റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ അതാ പീലിക്കുട്ടി ഇവിടെ ഉടുപ്പൊക്കെ ഇട്ട് ഇരിക്കുകയാണ് കേട്ടോ. അവൾ ഫോണും കൊണ്ട് ഫോട്ടോ എടുക്കാൻ ചെന്നാൽ ഈ ഒരു പോസാണ് ആദ്യം ഇടുന്നത്. പീലിക്കുട്ടിയുടെ ഡ്രസ്സ് ബർത്ത്ഡേക്ക് ഗിഫ്റ്റ് കിട്ടിയൊരു ഡ്രസ്സായിരുന്നു. ദിച്ചുവിനാണെന്നുണ്ടെങ്കിൽ ഞാൻ ട്രെൻഡ്സിൽ എടുത്തൊരു ഷർട്ടായിരുന്നു. പിന്നെ എൻ്റെ ഡ്രസ്സ് അജിയോന്ന് എടുത്തതായിരുന്നു കേട്ടോ, എൻ്റെ ഈ ഒരു ചുരിദാർ സെറ്റും. ഞാനിത് ട്രെൻഡ്സ് പോയപ്പോൾ ഒരു തവണ ട്രയൽ ചെയ്ത് നോക്കിയതായിരുന്നു. അന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ എമൗണ്ട് 2099 രൂപ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അജിയോയിൽ ഓഫർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ പർച്ചേസ് ചെയ്തായിരുന്നു. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ, ഒന്നും പറയാനില്ല, അടിപൊളിയായിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനും. വർഷങ്ങളായിട്ടുണ്ടാവും ഞാനിങ്ങനെ ഒരു ചുരിദാർ സെറ്റ് വാങ്ങിയിട്ട് കേട്ടോ, കുറേ ആയിട്ടുണ്ട്. ഞാനിങ്ങനെ ജോലിക്കൊക്കെ പോകാൻ തുടങ്ങിയപ്പോൾ ഫസ്റ്റിലെങ്ങാണ്ടോ വാങ്ങിയതാണ്, പിന്നെ വാങ്ങിയിട്ടില്ല എന്ന് വേണം പറയാൻ. ടോപ്പ് എടുക്കുക, ലെഗിൻ എടുക്കുക, അങ്ങനെയൊക്കെയാണ് എടുക്കാറുള്ളത്. അപ്പോൾ ഇതങ്ങനെ സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ തൂത അമ്പലത്തിലായിരുന്നു കല്യാണം ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അമ്പലത്തിലേക്ക് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതാ ഓഡിറ്റോറിയത്തേക്കാണ് കേട്ടോ ഞാൻ നേരെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കാണുന്നത് ഈ ഒരു സീനായിരുന്നു. ചെക്കനും പെണ്ണൊക്കെ അവിടെ സെറ്റായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല അടിപൊളിയായിട്ടുണ്ടായിരുന്നു രണ്ടുപേരെയും കാണാനും. അപ്പോൾ അതാ എല്ലാവരും ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് നല്ല ബോധ്യം ഉണ്ടായിരുന്നു ഇന്ന് എനിക്കങ്ങനെ ചില്ല് ചെയ്ത് നടക്കാൻ പറ്റില്ല എന്നുള്ളത്. കാരണം പീലിക്കുട്ടിയാണെന്നുണ്ടെങ്കിൽ ഒതുങ്ങിയിരിക്കുന്നില്ലല്ലോ ഇപ്പം. അപ്പോൾ അവളുടെ കൂടെ അവളെ എടുത്തിട്ട് അവളുടെ ഇഷ്ടത്തിന് നടക്കണം. ഇപ്പം അങ്ങനെയാണ്. അപ്പോൾ എനിക്കറിയായിരുന്നു കേട്ടോ, അങ്ങനെ ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒതുങ്ങിയിരിക്കാനൊന്നും പറ്റില്ല എന്നുള്ളത്. ഞാനും പീലിക്കുട്ടിയും കൂടെ ഓഡിറ്റോറിയം മൊത്തം നടന്ന് എല്ലാവരെയും കണ്ടും സംസാരിച്ചും ഇങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആൾക്കും വലിയ കുഴപ്പമില്ല, എനിക്കും കുഴപ്പമില്ല. നിലത്തെങ്ങാനും കാല് കുത്തിയാൽ തീർന്നു. അപ്പോൾ നമ്മുടെ അഞ്ചു വന്നിട്ടുണ്ടായിരുന്നു. അവളോടത്ത് അങ്ങനെ കുറച്ച് നേരം സംസാരിച്ചു. പിന്നെ നമ്മുടെ നാട്ടിലെ കല്യാണമാകും കൊണ്ട് തന്നെ എല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവരെ കിട്ടിയപ്പോൾ ഞാൻ കുറച്ച് നേരം ഇവരുടെ കൂടെയൊക്കെ ഇങ്ങനെ കുറച്ച് നേരം ഇരുന്നു കേട്ടോ. പിന്നെ ഞാൻ അധികം നേരം ഒന്നും ഇരുന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഓഡിറ്റോറിയം മൊത്തം ഇങ്ങനെ റൗണ്ട് ചെയ്ത് നടക്കുകയായിരുന്നു. ഇടയ്ക്കൊക്കെ നാട്ടിൽ എന്തെങ്കിലും പരിപാടികളൊക്കെ വേണം കേട്ടോ, എന്നാലാണ് ഇങ്ങനെ എല്ലാവർക്കും കൂടെ കൂടാൻ പറ്റുള്ളൂ, എല്ലാവരും കാണാനൊക്കെ പറ്റുള്ളൂ. എല്ലാവരും ജോലി തിരക്കും പിന്നെ അവരുടേതായ തിരക്കുകളും കാര്യങ്ങളൊക്കെയാണല്ലോ. അപ്പോൾ ഇവിടെ ഒരു ആൾക്കൂട്ടം കണ്ടില്ലേ, ഇത് ഇതാ ഫുഡ് കഴിക്കാനുള്ള ഒരു തിരക്കാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആൾക്കാരെല്ലാവരും ഡോറിൻ്റെ അവിടെ വന്ന് നിൽക്കുകയാണ്. ഇതൊരു നല്ല വൈബുള്ളൊരു കാര്യമാണ് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമാണ് ഈ ഒരു സംഭവം, തിരക്കി പോയിട്ട് ഫുഡ് കഴിക്കുക. അതിങ്ങനെ കല്യാണങ്ങൾക്ക് മാത്രം കിട്ടുന്നൊരു സംഭവമാണ് കേട്ടോ. അപ്പോൾ ഇത് അവിടെ വൃന്ദൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അവളുടെ വീഡിയോസൊക്കെ എടുക്കുകയായിരുന്നു. അവളെൻ്റെ വീഡിയോ ഒക്കെ കാണുന്നതാണ് കേട്ടോ. അപ്പോൾ അവൾ അറിയാതെ വീഡിയോ എടുക്കണം എന്നാണ് ഞാൻ വിചാരിച്ചത്. പിന്നെ അവൾക്ക് മനസ്സിലായി ഞാൻ വീഡിയോ എടുക്കുകയാണ് എന്നുള്ളത് കേട്ടോ. പിന്നെ ഒരു വീഡിയോ അത്യാവശ്യം ലെങ്ത് ഉള്ളതായിരുന്നു കേട്ടോ. പിന്നെ വീഡിയോ യൂട്യൂബിൽ ഇടാനാണെന്ന് കാണുമ്പോൾ അയ്യോ അമ്മയെന്നൊക്കെ പറഞ്ഞ് പേടിച്ച ആൾക്കാരുടെ ഒന്നും ഞാൻ ഇട്ടിട്ടില്ല. അതൊക്കെ ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. വെറുതെ എന്തിനാ അവർക്ക് ഇഷ്ടമില്ലാത്ത അവരുടെ വീഡിയോസൊക്കെ എടുത്തിരുന്നതെന്ന് വിചാരിച്ചിട്ട് ഞാൻ അതൊക്കെ ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഇങ്ങനെ നമ്മളിവിടെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ പീലിക്കുട്ടിക്ക് ഒരു റോസാപ്പൂവൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ പിടിച്ച് ഞങ്ങളിവിടെ ഇരുന്നു. അപ്പോൾ അതാ സിദ്ധുട്ടനും പീലിക്കുട്ടിക്കും 3 months അങ്ങനെ എന്തോ ഡിഫറൻസ് ആയിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇതാ കുക്ക് എടുത്തുന്ന വീഡിയോ ആയിരുന്നു കേട്ടോ. നന്നായിട്ട് എടുത്ത് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞു ഒന്ന് നിൽക്ക്, ഒരു ഫോട്ടോ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് നിർത്തിയതായിരുന്നു കേട്ടോ. ഞാൻ ഇട്ടോ എന്ന് പറയുന്നത് ഒഴിവാക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നില്ല കേസ്, ഞാനത് ശ്രമിക്കുന്നതായിരിക്കും. ഞാനിങ്ങനെ വോയിസ് ഓവർ കൊടുക്കുമ്പോഴേ അത് ശരിക്കും ശ്രദ്ധിക്കുന്നില്ല കേട്ടോ, അതാണ് ഉണ്ടാവുന്നത്. പിന്നെ എനിക്ക് കല്യാണം ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചെക്കനും പെണ്ണൊക്കെ മാല ഇടുന്നതും താലി കെട്ടുന്നതൊക്കെ ഞാൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ലല്ലോ അമ്പലത്തിൽ. എനിക്ക് അമ്പലത്തിലേക്ക് പോകാൻ പറ്റിയൊരു സാഹചര്യം ആയിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ പോകാഞ്ഞതും. അപ്പോൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ അന്വേഷിച്ചു, പക്ഷേ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ആരെങ്കിലും എടുത്തിട്ടുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതാണ് അതിൽ ആഡ് ചെയ്തത്. അപ്പോൾ അത് അങ്ങനെ തിരക്കി പിടിച്ച് ഞാനും ഫുഡ് കഴിക്കാൻ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് വേഗം കുട്ടീനെ കണ്ണേറ്റിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഫുഡ് കഴിച്ച് പക്ഷേ എനിക്കിവിടെ ഇങ്ങനെ വിളമ്പാൻ തുടങ്ങിയപ്പോഴേക്കും കണ്ടിട്ട് അവരാണ് വന്നിട്ടുണ്ടായിരുന്നു. ഒരു 5:30 ആയിട്ടുണ്ട് കേട്ടോ ഞാൻ ഫുഡ് കഴിക്കുന്നു. അപ്പോൾ അതാ എല്ലാ സംഭവങ്ങളും നല്ലൊരു കുട്ടിയാണ്. അവിടെ കൂടിയിട്ട് ഒരു ഗ്ലാസ് പായസമൊക്കെ പോയി കുടിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഇതാ ആ ഒരു സംഭവങ്ങളൊക്കെ കൂടി കൊടുക്കാൻ കൊടുത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ചോറ് വന്നു, എല്ലാ സംഭവങ്ങളും വന്നു. ചോറ് ഈ സാമ്പാർ വരണം എന്നിങ്ങനെയുള്ള രീതിയിലാണ്. അപ്പോൾ വിളമ്പുന്ന ആൾക്കാരൊന്നും നമ്മുടെ നാട്ടിലെ കുട്ടികളാണ്. അപ്പോൾ വെറുതെ അവരെടുത്തിട്ട് ബുദ്ധിമുട്ടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ചു. അവർ വിളമ്പുമ്പോൾ പറയുന്നുണ്ടായിരുന്നു ചേച്ചി എന്നെ എടുക്കില്ലേ എന്നുള്ളത്. പിന്നെ നമ്മളത് കേൾക്കണമല്ലോ. അപ്പോൾ അതാ അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് പീലിക്കുട്ടീനെ അവിടെ ഇരുത്തിയിട്ട് ഞാൻ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ആളതാ അവിടെ ഇരിക്കുന്നുമില്ല നിൽക്കുന്നില്ല, അങ്ങനത്തെ ഒരവസ്ഥ. അപ്പോൾ അതാ അങ്ങനെ അവിടുന്ന് നമ്മൾ പോകുന്നു. ഇനിയിപ്പോൾ അതാ
കല്യാണ പെണ്ണിന് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകാൻ ടൈമായിട്ടുണ്ട്. അപ്പോൾ അതിന് പോകുന്ന ഒരുക്കങ്ങളാണ് ഈ കാണുന്നത്. ഇങ്ങനെ ഓണപ്പട കൊടുക്കലും അനുഗ്രഹം വാങ്ങിക്കലും അങ്ങനത്തെ സംഭവങ്ങളൊക്കെയാണ്. പെൺകുട്ടികളുടെ കാര്യത്തിൽ കല്യാണം എന്നൊക്കെ പറയുമ്പോൾ നല്ല സന്തോഷമുള്ള കാര്യമായിരിക്കും. അതിന് വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ മാസങ്ങൾ മുന്നേ തന്നെ തുടങ്ങും ഒരുവിധം എല്ലാവരും. ആ ഒരു റിലേഷൻഷിപ്പ് ഇഷ്ടമുള്ള എല്ലാവരും അങ്ങനെയാണ്. പക്ഷേ ഈ ഒരു സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു വിഷമമുണ്ട് കേട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നമ്മൾ ജനിച്ചപ്പോൾ തൊട്ട് കാണുന്ന നമ്മുടെ അച്ഛൻ, അമ്മ, നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ നാട്ടുകാർ മൊത്തം എല്ലാവരെയും വിട്ടിട്ട് നമ്മൾ പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. വേറെ വീട്, വേറെ ലൈഫ്, വേറെ ആളുകൾ ഒക്കെ മൊത്തത്തിലൊരു ചേഞ്ചാണ്. പെട്ടെന്നുണ്ടാവണ ഈ ഒരു ചേഞ്ച് ആക്സെപ്റ്റ് ചെയ്യാൻ നമ്മൾ റെഡി ആവണം. പിന്നെ ഇവരെയൊക്കെ വിട്ടു പോകുന്നതിൻ്റെ ഉള്ളൊരു വിഷമം, ആ ഒരു ചേഞ്ച് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ റെഡി ആവണം. അപ്പോൾ ഇതാ ഈ ഒരു മൊമെൻറ്റ് കണ്ടപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് പറഞ്ഞതായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ കല്യാണമൊക്കെ പോയി. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ബൈ.